അത് പട്ടി. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഈ സൈഡിനകത്ത് പാട്ട് കേൾക്കുന്നു. വാങ്ങുന്നു അച്ഛാ, സൗണ്ട് ഒന്ന് ഇച്ചിരി കുറയ്ക്കുവോ? താങ്ക് യു. കുറച്ചു ഗൈസ്. അപ്പൊ പറഞ്ഞു വരുന്നത് എന്താന്ന് വെച്ചാല്, ഞങ്ങൾ ഇന്ന് മീൻസ് ഇപ്പോൾ ഒരു ലേക്കിൽ പോവാണ്. ലേക്ക്, പാർക്ക് എന്നൊക്കെ തന്നെ പറയാം. മീൻ മേടിക്കാൻ പോയപ്പോൾ ആ റൂട്ട് വഴിയിട്ടാണ് പോയത്. അപ്പോൾ പോയപ്പം അവിടെ കുറേ സംഭവം ഇങ്ങനെ എന്താ പറയുക, പൂത്തുലഞ്ഞ് ഇങ്ങനെ നിൽക്കുന്നത് കണ്ടു. അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങളെ കൂടെ ഒന്ന് കാണിച്ചു തരാമെന്ന്. അതുകൊണ്ടുമാണ് ഞാൻ ഇന്നൊന്ന് പോകാമെന്ന് വിചാരിച്ചത്. സമയം ഒരു 4:30 ആയി. അപ്പം ഞങ്ങൾ വിചാരിച്ചു ചായയും കൂടെ കുടിച്ചിട്ട് അങ്ങ് പോകാമെന്ന്. അപ്പോൾ നല്ലൊരു ഉഷാറ് കിട്ടുമല്ലോ നടന്നു പോകുമ്പോൾ. അങ്ങനെ ഒരു ഡാർക്ക് ഫാൻറ്റസിയുടെ ഒരു ബിസ്ക്കറ്റ് ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടി അതൊക്കെ കഴിച്ച് ചായയൊക്കെ കുടിച്ച് ഇങ്ങനെ പാട്ടൊക്കെ കേട്ടിങ്ങനെ ഇരിക്കുകയായിരുന്നു. കുഞ്ഞാവൻ നല്ല ഉറക്കമായിരുന്നു. അപ്പോൾ അവളെയോടെ വിളിച്ച് എഴുന്നേൽപ്പിച്ച് അവൾക്ക് ഫുഡ് കൊടുത്തതിന് ശേഷം മാത്രമേ നമുക്ക് പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അവൾ ഉറങ്ങുന്ന ഗ്യാപ്പിലാണ് ഞങ്ങൾ ചായയൊക്കെ കുടിക്കുന്നത്. എല്ലാം സെറ്റായപ്പോഴേക്കും ഞങ്ങളങ്ങ് നടക്കാൻ തുടങ്ങി. പിന്നെ ഈ ബിൽഡിങ്ങില്ലേ, ഈ ബിൽഡിംഗ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ബിൽഡിങ്ങാണ്. ഞങ്ങളുടെ ഈ ഭാഗത്ത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ബിൽഡിങ്ങാണത്. നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒത്തിരി ആളുകളൊക്കെ ഇങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. പച്ചക്കറി, ഇവിടെ ഒരു പച്ചക്കറി കടയുണ്ട്. അത് പട്ടി. സെമിനാച്ചൻ പറഞ്ഞായിരുന്നു വണ്ടിയിൽ പോവാന്ന്. ഞാൻ പക്ഷെ തട്ടിച്ചു ഗൈസ്. നോക്കൂ, മഴ പെയ്യാൻ പോകുന്നില്ലേ ചേച്ചാ? കാർമേഘമൊക്കെ ഇതിൻ്റെ കൂടെ ഞാൻ കാണിച്ചു തരാവേ. ഇവിടെ എടുത്തില്ല ഗൈസ്. ഇങ്ങനെ ഞങ്ങള് ഒരു വിധത്തിലൊക്കെ നടന്ന് എത്തി. ആൻറ്റി ആണെങ്കിൽ അവിടെ നിന്നിട്ട് സൈക്കിൾ വിട്ടത് ഞാൻ കാണിച്ചു തരാവേ. പട്ടി മുമ്പ് ഇത്ര വെള്ളം ഇല്ലായിരുന്നില്ലയോ? ഇത്ര ഉണ്ടായിരുന്നോ? ഇത്രയും ഇല്ലായിരുന്നു. ഇവിടെ എല്ലാം മറ്റേ പോച്ച കറിയിക്കുമായിരുന്നു. ഇല്ലയോ? പോച്ച കറിയിക്കുമായിരുന്നു ശരിക്കും. ആന്ന് ഗൈസ്, ഇവിടെ ഫുൾ തന്നെ ഈ വെള്ളം ഉള്ള ഈ സ്ഥലമില്ല. ഇവിടെ ഫുള്ള് പുല്ലും പോച്ചയും അങ്ങനെയൊക്കെ കയറി നിന്നായിരുന്നു. പശു ഒന്നുമില്ല ആക്കുന്നു ഗൈസ്. കള്ളയല്ലേ? അതുകൊണ്ട് ഞാൻ നടുക്ക് എന്തോന്ന് കല്ല 2 കൊക്കല്ലേ, 4 2 കറുത്ത കൊക്കും 2 വെള്ള കൊക്കും. ഈ പോകുന്നവരെല്ലാവരും എന്നെ നോക്കിക്കൊണ്ട് പോകുന്നു. കാരണം എന്ന് വെച്ചാൽ സെവിനാച്ചനാണ് അവളെ എടുത്തുകൊണ്ട് പോകുന്നത്. അപ്പോൾ എല്ലാവരും വിചാരിക്കുന്നുണ്ടായിരിക്കും തള്ള വീഡിയോ എടുത്തോണ്ട് നടക്കുക, പാവ ഭർത്താവ് കൊച്ചിനെ എടുത്തോണ്ട് നടക്കുമെന്ന് വിചാരിക്കില്ല ചേച്ചാ? ഇവിടെ നിന്നിട്ടൊരു പാട്ടൊക്കെ പാടാൻ തോന്നുന്നു. നല്ല കാറ്റ്, നല്ല ക്ലൈമറ്റ്, നല്ല തണുപ്പ്, നല്ല ഫീലൊക്കെ. പിന്നെ ഒരു പാട്ട് പാടാവേ. പുതിയ മുഖ, ഇനിയൊരു പുതിയ മുഖ. കുറേ മരങ്ങളുണ്ട് ഗൈസ്, ഇപ്പുറത്തും അപ്പുറത്തോട്ടും ഒത്തിരി മരങ്ങൾ. ഈ മരത്തിന്റെ പേരെന്താ വെച്ചാ തെങ്ങോ? ചുമ്മാതിരുന്നങ്ങ് ചളി അടിക്കുന്നു. നല്ല കാറ്റേ. മഹാഗണിയുണ്ട്. പിന്നെ പേരറിയാത്ത കുറേ മരങ്ങൾ നിൽപ്പുണ്ട്. ഈ ശരിക്കും പറഞ്ഞാൽ ഈ മരങ്ങളൊക്കെ നിൽക്കുന്നുണ്ട് നല്ല തണലൊക്കെ ആട്ടോ. തിരിഞ്ഞു നോക്കെ.
അതാ നോക്കൂ ഞാൻ പറഞ്ഞ പൂത്ത് തളർത്ത് നിൽക്കുന്ന താമര. പക്ഷെ നിങ്ങൾക്കത് കാണാൻ പറ്റത്തില്ല, കാരണം അത് വീഡിയോയിൽ അത് സൂമായിട്ട് വരുന്നില്ലായിരുന്നു. നമ്മൾ അവിടെ പോയി നിൽക്കും കാണുവാണെങ്കിൽ നമുക്ക് നല്ലതായിട്ട് കാണാൻ പറ്റും. പക്ഷെ അത് വീഡിയോയിൽ സൂം ആവാൻ പറ്റുന്നില്ല, എന്താ ചെയ്യാൻ. പക്ഷെ എനിക്ക് വിഷമമുണ്ട് ഗൈസ് നിങ്ങളെ കാണിക്കാൻ പറ്റാത്തതിൽ. അങ്ങനെ ഞങ്ങളിനി ഫ്രൂട്ട്സൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ടൊക്കെ പോവായിരുന്നു. ഫ്രൂട്ട്സും കുറച്ച് പച്ചക്കറികളും ഒക്കെ മേടിക്കണമായിരുന്നു. അങ്ങനെ സെമിനാച്ചനാണെങ്കിൽ പഴം മേടിച്ച്, പക്ഷേ അത് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് തൂക്കിയതായിരുന്നേ. പക്ഷെ വേറൊരു അമ്മച്ചി വന്നപ്പോൾ ആങ്കിളാണെങ്കിൽ ആ അമ്മച്ചിക്ക് എടുത്തും കൊടുത്ത്. ആ അമ്മച്ചി തോണ്ട കവറുമായിട്ട് പഴവുമായിട്ട് പോയി. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും അവിടെ ചിരിച്ച് കുറച്ച് നേരമൊക്കെ നിന്നു. അതിന് ശേഷം ഞങ്ങൾ ഞാറയ്ക്ക ഉണ്ടായിരുന്നു, ഞാറയ്ക്കയൊക്കെ മേടിച്ച്. നമ്മുടെ കുട്ടിക്കാലത്തൊക്കെ നമ്മൾ കുറേ തിന്ന സംഭവമല്ലേ, അപ്പോൾ കണ്ടപ്പോൾ ഒരു ആകാംക്ഷയോടെ ഞങ്ങളതങ്ങ് മേടിച്ച്. പിന്നെ നല്ല പഴുത്ത മാങ്ങയൊക്കെ ഉണ്ടായിരുന്നു. ലസ്സിയായിരുന്നു ഞങ്ങളുടെ മെയിൻ ലക്ഷ്യം. അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് പഴുത്ത മാങ്ങയൊക്കെ മേടിച്ചു. നല്ലൊരു പൈസയായി കേട്ടോ ഗേസ്, നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. ഇപ്പോൾ പച്ചക്കറിക്കും ഫ്രൂട്ട്സിനൊക്കെ ഇപ്പോൾ ഭയങ്കര വിലയാണ് നമ്മുടെ ഈ ബാംഗ്ലൂർ. നാട്ടിൽ എന്തോന്നും എനിക്കറിയത്തില്ല, നാട്ടിലും അതൊക്കെ തന്നെ ആയിരിക്കും. പിന്നെ ഉള്ളിയും പച്ചക്കറികളും ഒക്കെ മേടിച്ചു. നമ്മൾ ആഴ്ചയിലാണ് നമ്മൾ പച്ചക്കറികളെല്ലാം മേടിക്കുന്നത്. ഓരോ ആഴ്ചയിലും നമ്മൾ മേടിക്കും. ഇതേപോലെ തൂക്കിയാണ് മേടിക്കുന്നത്. നമ്മുടെ നാട്ടിൽ 100 രൂപയുടെ കിറ്റൊക്കെ മേടിക്കത്തല്ലേ ഉള്ളൂ. ഇവിടെ തൂക്കി എല്ലാം മേടിക്കണം. പിന്നെ നല്ല ചുമന്ന ചീരയും, പിന്നെ എന്താ പറയുക കറിവേപ്പിലയും മല്ലിയിലയും, പിന്നെ പാലൊക്കെ ഉണ്ടായിരുന്നു. നാളെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് പാലക് പനീറാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ പാലക്കും ഒക്കെ മേടിച്ചു. അങ്ങനെ അതുമായിട്ടൊക്കെ ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിൻ്റെ അടുത്തോട്ട് പോവുകയാണ്. ഇത് ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു അമ്പലമാണ്. നല്ല നൈസ് അമ്പലമാണ്. നല്ല കളർഫുള്ളായിട്ട് നല്ല പെയിൻ്റൊക്കെ അടിച്ച് സൂപ്പറാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നടന്ന് ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിലെത്തി. അമ്മോ വല്ലതും തായോ. അവിടെ പോയിട്ട് കുറെ നടന്നില്ലേ, കുറെ മീൻസ് എന്താ, ഒരു റൗണ്ട് നടന്നു. അപ്പോഴേക്കും ക്ഷീണിച്ചു. നല്ല പഴുത്ത മാങ്ങയായിരുന്നു. അപ്പോൾ അച്ഛൻ നല്ലതായിട്ട് ലസ്സിയൊക്കെ ആക്കും. അങ്ങനെ അച്ഛന് കുറച്ച് തൈര് ഞങ്ങൾ ഇവിടുന്ന് മേടിച്ചു. തൈരും മാങ്ങയും പഴവും പിന്നെ കുറച്ച് പഞ്ചസാരയൊക്കെ കൂട്ടിയിട്ട് നല്ലൊരു ലസ്സി ഉണ്ടാക്കി. വേണ്ട എൻ്റെ കയ്യിലിരിപ്പുണ്ട്. അച്ഛൻ അവിടെ നിന്ന് കുടിക്കുന്നുണ്ട്. കുഞ്ഞുവിന് പിന്നെ ഞങ്ങൾ ഓൾറെഡി നേരത്തെ കൊടുത്തു. അപ്പോൾ അവൾക്കും ഇഷ്ടപ്പെട്ടു. അച്ഛൻ അവിടെ നിന്ന് കുടിക്കുന്നുണ്ട്. ഞാൻ താഴെ ഇവിടെ ഇരുന്ന് കുടിക്കുന്നു, നിങ്ങളുടെ മുന്നിൽ വെച്ച് കുടിക്കുന്നു. നല്ല ടേസ്റ്റാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നൊന്നും എനിക്കറിയത്തില്ല. അപ്പം എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക. ബൈ ബൈ.